പിതാവെ, സഭ എന്തുകൊണ്ട് കലാലയ രാഷ്ട്രീയത്തെ എതിർക്കുന്നു? സ്വപ്നങ്ങളോടുകൂടെയാണ് കലാലയത്തിലേക്ക് ഓരോ യുവാവും യുവതിയും കടന്നു ചെല്ലുന്നത്. ആ സ്വപ്നങ്ങൾ റാഗിങ്ങിന്റെ പേരിൽ തച്ചു തകർക്കപ്പെടരുത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇപ്രകാരം മനുഷ്യ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് ഒരറുതി വേണം. ഭാഷയുടെയും ഭൂഘടനയുടെയും അതിർവരമ്പുകൾക്ക് മുൻപ് തമിഴകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ കണ്ണൂർ ജില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം. കണ്ണൂർ ജില്ലയെ 10 വർഷത്തോളം ക്രൈസ്തവ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസികളുടെ നല്ല ഇടയൻ ബഹുമാനപ്പെട്ട അലക്സ് വടക്കുംതല പിതാവിന് ഷെക്കേന ന്യൂസിൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന് യുവജനങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ പിതാവ് ഇപ്പം യുവത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് പിതാവിൻ്റെ ഒരു ബാസ്കറ്റ്ബോൾ ഷൂട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ 1 മില്യനൊക്കെ കയറി. അപ്പം പിതാവെ, എന്താണ് പിതാവിന് കലാലയ രാഷ്ട്രീയം? അതിനോട് എങ്ങനെയാണ്, പ്രത്യേകിച്ച് വയനാട് പൂക്കോട് സിദ്ധാർത്ഥ എന്ന ആ സഹോദരൻ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും മൃഗീയമായ രീതിയിലാണ് അവിടെ ആ സംഭവം നടന്നത്. ഈ കലാലയ രാഷ്ട്രീയത്തോട് അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? സിദ്ധാർത്ഥിൻ്റെ ദാരുണ മരണം ഞടുക്കത്തോടുകൂടിയാണ് കേരള സമൂഹം കേട്ടതും ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കാണുന്നതും വായിക്കുന്നതുമെല്ലാം. ഒരിക്കലും അത് സംഭവിക്കരുത്. എത്രയേറെ വലിയ സ്വപ്നത്തോടുകൂടിയാണ് ഓരോ കുടുംബവും അവരുടെ അരുമ മക്കളെ ഇങ്ങനെ കോളേജിലേക്ക് പറഞ്ഞയക്കുന്നത്. അവർ പഠിക്കും, വളരും, ഉയരും, അങ്ങനെ ആ കുടുംബത്തിന് ആശ്രയമാകും, സമൂഹത്തിന് അനുഗ്രഹമാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ സിദ്ധാർത്ഥ്, ആ വാക്ക് തന്നെ, ആ പേര് തന്നെ അഹിംസയുടെയും ജീവിത വിജയത്തിൻ്റെയും ഒക്കെ ഓർമ്മയല്ലേ ഭാരത സംസ്കാരത്തിന് പകരുന്നത്? ഇതാ ഈ റാഗിങ്ങിൻ്റെ ബലിക്കല്ലിൽ ഒരു മകൻ പോലും കൂടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അതും മൃഗീയമായ വിധത്തിൽ തന്നെയാണ് ആ മകൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടത്. ഇത് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൂടാ. അവരുടെ പ്രതീക്ഷകൾ എല്ലാം തകരുന്ന ഒരു വിധത്തിലുള്ള ഒരു അവസ്ഥയായി മാറരുത്. ഞാൻ ഈ കണ്ണൂർ രൂപതയിലെ 64 ഇടവകളിൽ 34 ഇടവകളിൽ ഓരോ ഭവനവും സന്ദർശിച്ചിരുന്നു. 3 വിദ്യാർത്ഥികളുണ്ട്, ഒരു വിദ്യാർത്ഥിനിയും 2 വിദ്യാർത്ഥികളും. ഇപ്രകാരം കലാലയത്തിൽ കടന്നു ചെന്നപ്പോൾ, പ്രതീക്ഷയോടുകൂടെ ചെന്നപ്പോൾ റാഗിങ്ങിന് ഇരയായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ന് ഒരു യുവാവ് ഇങ്ങനെ മാനസികമായ പ്രയാസത്തിൽ ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ പ്രത്യേകമായ പരിചരണത്തിൽ കഴിയുന്നു. എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയതാണ്. മറ്റൊരു പെൺകുട്ടിയും ഇതേപോലെ അനുഭവത്തിൽ. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 38 വയസ്സെങ്കിലും ഉണ്ടാകും. ആ കുടുംബത്തിൻ്റെ ഭാവി. നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് കണ്ണീരോടുകൂടെയാണ് ആ പിതാവും എന്നോട് പങ്കുവച്ചത്. യുവത്വത്തിൻ്റെ അനുഗ്രഹം സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ കലാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ റാഗിങ്ങിൻ്റെ പേരിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തച്ചു തകർക്കുക ഒട്ടും ആശാവഹമല്ല. കലാലയത്തിലെ ഇതുപോലുള്ള കിരാത പ്രവർത്തനങ്ങൾക്ക് റാഗിങ് ഉൾപ്പെടെ നിയമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലും അറുതിയുണ്ടാകണം. അതാണ് ഈ ഒരു അനുഭവത്തിൻ്റെയും ഇതുപോലുള്ള മുൻ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മോട് പറയുക. പിതാവെ, ഈ കണ്ണൂർ രൂപത മലയോര മേഖലയിൽ പെടുന്നതാണല്ലോ. അപ്പം രൂപതയിൽപ്പെട്ട നിരവധി കർഷക കുടുംബങ്ങൾ വന്യജീവികളുടെ ആക്രമണത്തിൽ വേദന അനുഭവിക്കുന്നതായിട്ട് നമുക്കറിയാം.
അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഉളിക്കൽ പിതാവിൻ്റെ നമ്മുടെ തന്നെ രൂപതയുടെ ഭാഗമായ ഉളിക്കൽ സെൻറ്റ് ജോസഫ് പള്ളിയിലെ ഒരു ചേട്ടനെ കാട്ടാന ചവിട്ടിക്കൊന്നു. അപ്പം അതിനോട് എങ്ങനെയാണ് പിതാവ് പ്രതികരിക്കുന്നത്? കണ്ണൂർ രൂപത സ്ഥാപിതമായിട്ട് 25 വർഷം ആയി. കഴിഞ്ഞ 2023 നവംബർ മാസം 5-ാം തീയതിയായിരുന്നു 25ാമത്തെ വാർഷിക ജൂബിലി ആഘോഷം. വളരെ ലളിതമായി ഒരു ദിവസം മുഴുവൻ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ രൂപത അംഗങ്ങൾ, എല്ലാ ഇടവകളിൽ നിന്നെയും പ്രതിനിധികൾ കത്തീഡ്രൽ അങ്കണത്തിൽ, ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൻ്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയത്. കണ്ണൂരും കാസർഗോഡും ഉൾക്കൊള്ളുന്ന അങ്ങനെ 2 ജില്ലകളിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണൂർ രൂപതയുടെ കുറേയധികം ഭാഗം മലയോര കർഷകരുടെ പ്രദേശങ്ങളാണ്. എനിക്കേറെ പ്രയാസം തോന്നി ആ ഉളിക്കലെ ആ സഹോദരൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കാട്ടാന വന്ന് ആ മനുഷ്യനെ നിഷ്ഠൂരം മർദ്ദിച്ച് അവശനാക്കി ആ ജീവിതം നഷ്ടപ്പെട്ടത്. ഒരു കുടുംബമാണ് ഇന്നിപ്പോഴും കണ്ണീർ കയത്തിലായിട്ടുള്ളത്, പാവപ്പെട്ട ഒരു കർഷകൻ്റെ കുടുംബം. ഇതുപോലെ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ, പ്രത്യേകിച്ച് ആ ഇടവകയിലെ കൈക്കാരൻ കൂടിയാണ്, നല്ലൊരു മനുഷ്യൻ വീട്ടിലേക്ക് ഓടി വന്ന അവസാനം ആ ഗേറ്റ് തകർത്തുകൊണ്ടാണ് കാട്ടാന വന്ന് ഈ മനുഷ്യൻ്റെയും ജീവൻ അപഹരിച്ചത്. പിന്നീടും ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അതുപോലുള്ള ഒരു ദാരുണ സംഭവമുണ്ടായി. ഇത് നമ്മൾ പ്രത്യേകിച്ച് കേരള മനസ്സാക്ഷിയെ കൂടുതൽ ചിന്തിപ്പിക്കണം. നമ്മുടെ ജനം ഇപ്രകാരം പല കുടുംബങ്ങളും അനാഥമാകുമ്പോൾ അവരുടെ ആകെയുള്ള ആശ്രയമാകുന്ന കുടുംബനാഥന്മാരും ഭാവി കാണുന്ന ആ യുവ സഹോദരങ്ങളുമൊക്കെ കാട്ടാനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും നിഷ്ഠൂരമായ പ്രവർത്തനം വഴി അവർക്ക് ജീവൻ നഷ്ടപ്പെടുക, അങ്ങനെ കണ്ണീർ കഴുത്തിലാകുക നാം ഇരുത്തി ചിന്തിക്കണം. പ്രത്യേകിച്ച് മൃഗങ്ങളാണോ കൂടുതൽ പ്രധാനപ്പെട്ടത്, മനുഷ്യനാണോ പ്രധാനപ്പെട്ടത്? മനുഷ്യജീവനാണോ വില, മൃഗങ്ങളുടെ ജീവനാണോ വില? ചിന്തിക്കണം. തീർച്ചയായും ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണ്, മനുഷ്യനെ പോലെ തന്നെ. പക്ഷേ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഈ കർഷകരുടെ ജീവിതം ഇങ്ങനെ ഒരു വിലയില്ലാത്ത വിധത്തിൽ നിയമങ്ങളും നിബന്ധനകളും കടന്നു വരുമ്പോൾ നാം അതിനെപ്പറ്റി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം മറ്റെല്ലാ ജീവികളുടെയും ജീവിതം പോലെ തന്നെ വിലപ്പെട്ടതാണ്, അതിനേക്കാൾ ഒരുപടി കൂടുതലാണ്. കാരണം വത്തിക്കാൻ കൗൺസിൽ മനുഷ്യത്തിനെ പറ്റി പറയുന്നത് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നാണ്, സൃഷ്ടിയുടെ മകുടമാണ്. ഈ മനുഷ്യൻ്റെ സാധ്യതകളാണ് ഈ ഭൂമിയുടെ വളർച്ചയും പുരോഗതിയും ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് സംരക്ഷണമേകണം. പിതാവെ, യുവജന വർഷമായി ഭാരത കത്തോലിക്ക സഭ ആചരിക്കുമ്പോൾ പിതാവ് സിനഡ് ഓഫ് സിനഡാലിറ്റിയിലേക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരിൽ ഒരാളാണ്. അപ്പം മാർപ്പാപ്പയുമായിട്ട് പ്രധാനപ്പെട്ട സംവാദങ്ങളിൽ യുവജനങ്ങൾ ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പം മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറയുകയുണ്ടായോ? സിനഡാത്മക സഭയെപ്പറ്റി ആഗോള സഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണിത്. കാരണം സഭ എന്നുള്ളത് എല്ലാവരുടെയും സ്വരം ശ്രവിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും അങ്ങനെ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒന്നാണ്. ആ ഒരു മഹത്തായ ദർശനത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ആഗോള സഭയ്ക്ക് ഈ സിനഡാത്മക സിനഡിനെ പറ്റി ചിന്തിച്ചതും വിളിച്ചുകൂട്ടിയതും. കേരളത്തിൽ നിന്ന് ഞങ്ങൾ 5 ബിഷപ്പ്മാർ ഉണ്ടായിരുന്നു. അതിൽ 2 പേർ കർദിനാൾമാർ, കർദിനാൾ ആലഞ്ചേരി പിതാവും ക്ലീമിസ് പിതാവും, പിന്നെ തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ ആൻഡ്രൂസ് പിതാവും, തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി പിതാവും, പിന്നെ
ലത്തീൻ സഭയിൽ നിന്ന് ഞാനും. ആകെ ഇന്ത്യയിൽ നിന്നുള്ള ആ 10 പേരിൽ ഞങ്ങൾ 5 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. പാപ്പയുടെ പ്രത്യേകമായ ഒരു പരിഗണന യുവ സഭയെ പറ്റിയുള്ളതാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ കൂടുതൽ സഭയിൽ സജീവമായി കടന്നു വരണമെന്നും അങ്ങനെ സഭ എന്നും യുവത്വത്തിൽ നിലനിൽക്കേണ്ടതാണെന്നുമുള്ള പാപ്പയുടെ വലിയ ഒരു ദർശനം ഈ സിനഡാത്മക സഭയെ പറ്റിയുള്ള ചർച്ചയുടെ 1ാം ഘട്ടം 2023 ഒക്ടോബറിൽ നടന്നപ്പോൾ അത് വളരെയേറെ വ്യക്തമായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെയായിരുന്നു 17,000 യുവജനങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നുചേർന്ന് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായത്. അങ്ങനെ ജീസസ് യൂത്തിൻ്റെ ഈ ജാഗോ കോൺഫറൻസിൽ അവർക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കുവാൻ പാപ്പയോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ സിനഡിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആ ബ്രേക്ക് ടൈമിൽ പാപ്പയോട് ഞാൻ തന്നെയാണ് പോയി ആവശ്യപ്പെട്ടത്. കാര്യം ശരി, ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ നിന്നുള്ള എല്ലാ കർദിനാൾമാരുടെയും അപേക്ഷയോടൊപ്പം നുൻസിയോ വഴി ആ ഒരു കത്ത് പാപ്പയ്ക്ക് ഈ ഒരു യുവജന സന്ദേശം ജാഗോ കോൺഫറൻസ് നടക്കണമെന്ന് എഴുതിയിരുന്നെങ്കിലും അതൊരു വീഡിയോ ഫോമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൽ നിന്ന് കാർഡിനൽ പാരോളിൻ അയച്ചിരുന്നു. അതിലേറെ നന്ദിയുമുണ്ട്. പക്ഷേ ആ സിനഡിൻ്റെ ഇടയ്ക്ക് ആ ബ്രേക്ക് ടൈമിൽ ചെന്ന് പാപ്പയോട് ആവശ്യപ്പെട്ടു, യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇറ്റാലിയൻ ഭാഷ ചോദിച്ചു, കെ കോസ ദേവോ ധീരെ, എന്താണ് ഞാൻ പറയേണ്ടത്? ഉടനെ തന്നെ ഞാൻ എൻ്റെതായ വിധത്തിൽ പാപ്പയോട് പറഞ്ഞു, ഈ പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വാബേനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ മാപ്പ സമ്മതിച്ചു. അങ്ങനെ യുവജനങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു സന്ദേശം അന്ന് പാപ്പ ഈ സിനഡാത്മക സഭയുടെ ചർച്ച നടക്കുമ്പോൾ ഈ ജാഗോ കോൺഫറൻസിൽ വരുന്ന ജീസസ് യൂത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി നൽകിയത് ഓർക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ കാണിക്കുക? ഫ്രാൻസിസ് പാപ്പയ്ക്ക് യുവജനങ്ങളോട് പ്രത്യേകമായ ഒരു കരുതലുണ്ട്, കാരുണ്യമുണ്ട്, പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മനോഹരമായ ഒരു സന്ദേശം ആ സമയത്ത് ഫ്രാൻസിസ് പാപ്പ നൽകിയത് ഓർമ്മ വരുന്നു. ഈ സിനഡിൻ്റെ ചർച്ചകളിടയിലും യുവജനങ്ങളുടെ ശബ്ദം പ്രത്യേകം ശ്രവിക്കുവാൻ സിനഡ് പിതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, വിഹുലതകൾ, വിങ്ങലുകൾ സഭ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തുറന്ന ഹൃദയത്തോടുകൂടെ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രയാസങ്ങൾ നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം, അവരെ പ്രത്യാശയിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആധുനിക കാലഘട്ടത്തിൽ യുവജനങ്ങൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു സഭ, അവരുടേതാണ് സഭ എന്ന് തിരിച്ചറിഞ്ഞ് അവരെ എല്ലാവിധത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സഭയായിരിക്കണം വേണ്ടത്. അതുകൊണ്ടാണ് കേരള സഭ ഇപ്രകാരം യുവജനങ്ങൾക്ക് വേണ്ടി ഒരു വർഷം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ഒരു വർഷം യുവജനങ്ങളെ ഉൾക്കൊള്ളുന്ന, യുവജനങ്ങളുടെ പ്രയാസങ്ങളും അസ്വസ്ഥതകളും തിരിച്ചറിയുന്ന, അങ്ങനെ യുവജനങ്ങൾ സജീവതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സഭ ഉണ്ടാകണം. ഇതാണ് നാം വിഭാവനം ചെയ്യുന്നത്. യുവജനങ്ങളെ സ്നേഹിക്കുന്ന പിതാവ്, കണ്ണൂർ രൂപതയുടെ നല്ല ഇടയൻ. അപ്പം നമ്മോട് കൂടെ കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചു. പിതാവെ ഒരുപാട് നന്ദി. ഷെക്കന ടി വിയുടെ പ്രേക്ഷകരുടെ പേരിൽ സന്തോഷം. അമൽ, ഇങ്ങനെ ഈ യുവജനങ്ങളെ പറ്റിയും ഇന്ന് നമ്മുടെ സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് നമ്മുടെ കർഷകരുടെ തീരാ ദുഃഖം, യുവജനങ്ങളുടെ പ്രതീക്ഷ, സിനഡാത്മക സഭ എന്താണ് ഭാവി സിനഡിലേക്ക് സഭയ്ക്ക് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്കുമേറെ സന്തോഷമുണ്ട്. ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുസ് ബി വിത്ത്, ക്രിസ്തു ജീവിക്കുന്നു എന്ന ആ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുന്നവർക്ക് ആ യുവത്വത്തിൻ്റെ തുടിപ്പ്, സ്പന്ദനം ജീവിതത്തിൽ എന്നും അനുഭവിക്കാനാകുന്നു.
നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയാം. അങ്ങനെ ഇന്നും സജീവതയോടുകൂടെ സഭയിലും സമൂഹത്തിലും ജീവിക്കുന്ന ക്രിസ്തു നമ്മെയും ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഷെക്കീന ടെലിവിഷന് അതിൻ്റെ എല്ലാ പ്രവർത്തകർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.